എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയ്ക്ക് സമീപം അത്യപൂർവമായ ഐതിഹ്യവും വിശ്വാസ ചരിത്രവും കൊണ്ട് ഭക്തരുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം നേടിയിരിക്കുന്ന തിരുവാണിയൂർ സ്വയംഭൂ ശിവക്ഷേത്രം വീണ്ടും ശ്രദ്ധേയമാവുകയാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഭക്തർക്ക് നേരിട്ട് സ്വയംഭൂ ദർശനം ലഭിക്കുന്നു എന്നതാണ് ഈ മഹാക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പൊതുവെ സ്വയംഭൂ ചൈതന്യമുള്ള ക്ഷേത്രങ്ങളിൽ സ്വയംഭൂ സ്വരൂപം ഭക്തർക്ക് ദർശിക്കാൻ സാധിക്കാറില്ല. ശ്രീകോവിലിനുള്ളിൽ പൂജ ചെയ്യുന്ന തന്ത്രി അല്ലെങ്കിൽ പൂജാരിക്ക് മാത്രമേ അത് കാണാൻ കഴിയൂ. ഭക്തർ ദർശിക്കുന്നത് സ്വയംഭൂവിന് മുന്നിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹമോ ഗോളകമോ ആയിരിക്കും. കേരളത്തിലെ പ്രശസ്തമായ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം, മൂകാംബിക ക്ഷേത്രം എന്നിവിടങ്ങളിലുള്ള ആചാരക്രമം ഇതുതന്നെയാണ്. എന്നാൽ തിരുവാണിയൂരിൽ സ്ഥിതി വ്യത്യസ്തമാണ്. കുന്നിൻ മുകളിലെ സ്വയംഭൂ ദിവ്യശിലയ്ക്ക് മുന്നിലായിട്ടാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീകോവിലിന് ചുറ്റും വലം വയ്ക്കുമ്പോൾ പിന്നിലായി സ്ഥിതി ചെയ്യുന്ന സ്വയംഭൂ ദർശനം ഭക്തർക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നേരിൽ സ്വയംഭൂ ദർശനം ലഭിക്കുന്ന അപൂർവ ശിവക്ഷേത്രം എന്ന വിശേഷണം തിരുവാണിയൂരിൽ ലഭിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ഏറെ കൗതുകകരമാണ്. പുരാതന കാലത്ത് കുന്നിൻ മുകളിലേക്ക് ചവറ് വെട്ടാൻ പോയ ചില സ്ത്രീകളാണ് ഈ ദിവ്യശിലയെ ആദ്യം കണ്ടതെന്ന് വിശ്വാസം. അസാധാരണമായ ചൈതന്യം അനുഭവപ്പെട്ടതോടെ ഭയന്ന സ്ത്രീകൾ നാട്ടിലെ പ്രമാണിമാരെ വിവരമറിയിച്ചു. തുടർന്ന് നടത്തിയ പ്രശ്നപരിഹാരത്തിൽ അത് ശിവചൈതന്യമാണെന്ന് കണ്ടെത്തുകയായിരുന്നുവെന്നാണ് ഐതിഹ്യം. ഈ വിവരമറിഞ്ഞ കൊച്ചിരാജാവ് സ്വയംഭൂ ദിവ്യശില കൊട്ടാരത്തിലേക്ക് മാറ്റാനായി ഒരു കൊമ്പനാനയെ കൊണ്ടുവന്ന് കുന്നിൽ കയറ്റിയതായും പറയപ്പെടുന്നു. എന്നാൽ കുന്നിൻ മുകളിൽ എത്തിയ ആന നിയന്ത്രണം വിട്ട് താഴേക്ക് ഉരുണ്ടു വീണ് ചെരിഞ്ഞുവെന്നാണ് വിശ്വാസം. ഇതോടെ രാജാവ് ശ്രമം ഉപേക്ഷിച്ച് മടങ്ങി. പിന്നീട് രാജാവോ രാജകുടുംബാംഗങ്ങളും തിരുവാണിയൂർ സന്ദർശിച്ചിട്ടില്ല എന്നും ഐതിഹ്യം പറയുന്നു. കാലക്രമേണ ഈ സ്ഥലം മഹാക്ഷേത്രമായി ഉയർന്നു വന്നു. ഇന്ന് 108 ശിവക്ഷേത്രങ്ങളിലൊന്നായി ആരാധിക്കപ്പെടുന്ന തിരുവാണിയൂർ ശിവക്ഷേത്രം അനേകം ഭക്തരുടെ വിശ്വാസ കേന്ദ്രമാണ്. ഇവിടുത്തെ ഉത്സവാചാരങ്ങൾക്കും പ്രത്യേകതകളുണ്ട്. 8 ദിവസത്തെ ഉത്സവത്തിൽ ഭഗവാന്റെ തിടം എഴുന്നള്ളിക്കുന്നത് പിടിയാനയുടെ പുറത്തിലാണ്. പിടിയാനെ എഴുന്നള്ളിക്കുന്ന ശിവക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണെന്നാണ് വിശ്വാസികൾ പറയുന്നത്. തിരുവാണിയൂർ കുന്നിന്റെ അടിവാരത്ത് തിരുവാണിയൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, മുരുകൻ ക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം എന്നിവയും സ്ഥിതി ചെയ്യുന്നു. അതിനാൽ തന്നെ ഈ പ്രദേശം സമഗ്രമായ ഒരു ക്ഷേത്ര സമുച്ചയമായി അറിയപ്പെടുന്നു. ചോറ്റാനിക്കര ദേവി ക്ഷേത്രം മുതൽ ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പുണ്യസ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ദിനംപ്രതി അനേകം ഭക്തരാണ് ഇവിടെ എത്തി സ്വയംഭൂ ദർശനം നടത്തി അനുഗ്രഹം തേടുന്നത്. അത്യപൂർവ ദർശനവും വിശ്വാസ ചരിത്രവും ചേർന്ന തിരുവാണിയൂർ സ്വയംഭൂ ശിവക്ഷേത്രം കേരളത്തിന്റെ ആത്മീയ പൈതൃകത്തിലെ ഒരു അമൂല്യ രത്നമായി തുടരുകയാണ്.